ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയത് ഈ ഒരു കോലത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവരല്ല. ഒരിക്കലുമല്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ പള്ളിയിൽ പോകുന്നത്. രാവിലെ ഒരുങ്ങാൻ സമയം കിട്ടില്ലെന്നേ, പിന്നെ ബാക്കി വണ്ടി ഇരുന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചേ. അതില്ലല്ലോ അപ്പോഴും അങ്ങനെ. ഞാൻ പള്ളിയിൽ പോകുമെന്ന് വിചാരിച്ച് വണ്ടി ഇരുന്ന് ഒരുങ്ങാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 സിഗ്നൽ മാക്സിമം അത്രേ ഉള്ളൂ പള്ളിയിലോട്ട്. പക്ഷേ സിഗ്നൽസ് എല്ലാം ഗ്രീനായിരിക്കും. വണ്ടി ഇരുന്ന് ഒരുങ്ങാൻ സമയം കിട്ടത്തില്ല. അതേ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. വണ്ടിയെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഒരൊറ്റ സിഗ്നൽ ഗ്രീൻ ആയിരിക്കില്ല, എല്ലാം നമ്മുടെ മുമ്പ് റെഡ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടുണ്ടല്ലോ എനിക്കിപ്പോൾ ഒരുങ്ങാനൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഞാനെടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കും, സിഗ്നലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിഗ്നൽ വിചാരിക്കുമല്ലോ എനിക്ക് ഒരുങ്ങാനുണ്ടെന്ന്. അങ്ങനെ രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പള്ളിയിൽ പോയി. ഞായറാഴ്ചയല്ലായിരുന്നോ, രാവിലെ പള്ളിയിൽ തന്നെ പോയി തുടങ്ങി. കാരണം അതിരാവിലെ എഴുന്നേറ്റ് 9 മണി ആയപ്പോഴാണ്. ഇപ്പം ജേഡക്കൂട്ടന് സൺഡേ സ്കൂൾ ഇല്ലാത്തതുകൊണ്ടേ രാവിലെ പള്ളിയിൽ പോകണ്ട, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴാണോ അപ്പം അങ്ങ് പോയാൽ. പക്ഷേ പള്ളി പോയില്ലെന്ന് അറിഞ്ഞ നാട്ടിൽ നിന്ന് മമ്മി വിളിച്ചേ നല്ല ചീത്ത വിളിക്കും, നല്ല പച്ചത്തറിയും പഴുത്തത്തറിയും ഒക്കെ പറയും. എന്തിനല്ലേ മമ്മിയെ കൊണ്ട് അങ്ങനത്തെ ഒരു സാഹസം ഓടിപ്പിക്കുന്നത്? ഞാൻ കയറി അങ്ങ് പോത്തുപോലെ വളർന്നു വന്നുവേ, മമ്മി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചാൽ നാട്ടിൽ നിന്ന് അപ്പം കോള് വരും മമ്മിയുടെ. വെറുതെ എന്തിനല്ലേ നാട്ടിൽ കിടക്കുന്ന മമ്മിയുടെ BP വെറുതെ കൂട്ടുന്നത്? അതുകൊണ്ട് ചില സമയത്തൊക്കെ മമ്മി പറയുന്ന പോലെ ഞാൻ നല്ലൊരു കുട്ടിയാവാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ നമ്മളെ വിളിച്ച് ചീത്ത വിളിക്കാൻ നമ്മുടെ കാരണവന്മാരൊക്കെ ഉള്ളതല്ലേ ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ശരി, പോയച്ചും വരാം.